ആധുനിക ലോകത്ത് ഒരു രാജ്യത്തിന്റെ കരുത്തളക്കുന്നത് ആയുധ ശേഖരം കൊണ്ടല്ല, മറിച്ച് അവർ കൈവശം വെച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യയുടെ മികവ് കൊണ്ടാണ് എന്ന വാദം ഇപ്പോൾ ശക്തമാണ്. ഈ പോരാട്ടത്തിന്റെ കേന്ദ്രബിന്ദു സിലിക്കൺ ചിപ്പുകളാണ്. ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഈ ചിപ്പ് യുദ്ധം ഇപ്പോൾ ഒരു നിർണായകമായ ഘട്ടത്തിലെത്തിയിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ചൈനയിലേക്കുള്ള അത്യാധുനിക സെമി കണ്ടക്ടർ നിർമ്മാണ ഉപകരണങ്ങളുടെ ഒഴുക്ക് തടയാൻ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് അമേരിക്കൻ ജനപ്രതിനിധികൾ രംഗത്തെത്തിയതാണ് പുതിയ വിവാദത്തിന് വഴിയൊരുക്കിയിരിക്കുന്നത്. ഹൗസ് സെലക്ട് കമ്മിറ്റി ചെയർമാൻ ജോൺ മുലേനർ, ഫോറിൻ അഫയേഴ്സ് ചെയർമാൻ ബ്രയാൻ മാസ്റ്റ് എന്നിവർ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയ്ക്കും കൊമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക്കിനും അയച്ച കത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ട് സെമി കണ്ടക്ടർ ഉപകരണങ്ങൾ ഇത്ര പ്രധാനമാകുന്നതെന്ന് ഇനി പറയാം. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണുകൾ മുതൽ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ വരെ പ്രവർത്തിക്കുന്നത് ഈ ചെറിയ ചിപ്പുകളുടെ കരുത്തിലാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അത്യാധുനിക സൈനിക സംവിധാനങ്ങൾ എന്നിവ വികസിപ്പിക്കാൻ ഈ ചിപ്പുകൾ കൂടിയേ തീരൂ. ഈ ചിപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമായ അത്യാധുനിക യന്ത്രങ്ങൾ ചൈന സ്വന്തമാക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് നിയമനിർമ്മാതാക്കൾ ഭയപ്പെടുന്നുണ്ട്. നിലവിൽ ചില പ്രത്യേക ചൈനീസ് കമ്പനികൾക്ക് മാത്രമാണ് അമേരിക്ക നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ യന്ത്രങ്ങൾ ചൈനീസ് അതിർത്തിക്കുള്ളിൽ കടന്നാൽ അവ എവിടെയാണ് ഉപയോഗിക്കുന്നതെന്ന് കണ്ടെത്താൻ അമേരിക്കയ്ക്ക് കഴിയില്ല. ഈ പഴുതുകൾ ഉപയോഗിച്ച് ചൈന വൻതോതിൽ ഉപകരണങ്ങൾ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. നെതർലാൻഡിൽ നിന്നുള്ള ലിത്തോഗ്രാഫി ഉപകരണങ്ങളുടെ ഇറക്കുമതി കഴിഞ്ഞ 2 വർഷത്തിനിടെ 4 ഇരട്ടിയായി വർദ്ധിച്ചു എന്നത് ഇതിന്റെ തെളിവാണ്. ഇത് സ്വയം പര്യാപ്തതയിലേക്കുള്ള ചൈനയുടെ നീക്കമായി കാണുന്നവർ ഏറെയാണ്. അമേരിക്കയും സഖ്യകക്ഷികളും നൽകുന്ന ചെറിയ ഭാഗങ്ങൾ ഉപയോഗിച്ച് ചൈന സ്വന്തമായി ചിപ്പ് നിർമ്മാണ യന്ത്രങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. ഇത് വിജയിച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ നിയന്ത്രണങ്ങൾ അപ്രസക്തമാകുമെന്ന് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സഖ്യകക്ഷികളെ ഒപ്പം നിർത്തി ചൈനയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നീങ്ങണമെന്നും 30 ദിവസത്തിനുള്ളിൽ ഇതിനായി വ്യക്തമായ പദ്ധതി സമർപ്പിക്കണമെന്നും ട്രംപ് ഭരണകൂടത്തോട് അമേരിക്കൻ ജനപ്രതിനിധികൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സഖ്യകക്ഷികൾ സഹകരിച്ചില്ലെങ്കിൽ ഏകപക്ഷീയമായ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക തയ്യാറാകണം. സമയം അതിവേഗം കൈവിട്ടു പോകുന്നുവെന്നും ജനപ്രതിനിധികൾ പറയുന്നുണ്ട്. അത്യാധുനിക ലോകക്രമത്തിൽ സെമി കണ്ടക്ടർ സാങ്കേതിക വിദ്യ എന്നത് വെറും ഒരു കച്ചവട ചരക്കല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തന്ത്രപ്രധാനമായ ആയുധമാണ്. ചൈനയിലേക്കുള്ള ചിപ്പ് നിർമ്മാണ ഉപകരണങ്ങളുടെ ഒഴുക്ക് തടയാൻ അമേരിക്കൻ നിയമനിർമ്മാതാക്കൾ നടത്തുന്ന ഈ നീക്കം ആഗോള സാങ്കേതിക ആധിപത്യം നിലനിർത്താനുള്ള പോരാട്ടത്തിന്റെ ഭാഗമാണ്. നിലവിലെ നിയന്ത്രണങ്ങളിലെ പഴുതുകൾ ചൈന ഉപയോഗപ്പെടുന്നത് തുടർന്നാൽ അമേരിക്കയുടെ പ്രതിരോധ സാങ്കേതിക മേധാവിത്വം അപകടത്തിലാകും. സഖ്യകക്ഷികളെ ഒപ്പം നിർത്തിക്കൊണ്ട് എത്രയും വേഗം കർശനമായ രാജ്യവ്യാപക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക എന്നതാണ് അമേരിക്കയ്ക്ക് മുന്നിലുള്ള ഏക വഴി. സമയം അതിവേഗം കൈവിട്ടു പോകുന്ന ഈ സാഹചര്യത്തിൽ വരും മാസങ്ങളിൽ അമേരിക്ക എടുക്കുന്ന തീരുമാനങ്ങൾ വരും ദശകങ്ങളിലെ ലോകരാഷ്ട്രീയത്തെയും സാങ്കേതിക വിദ്യയും നിശ്ചയിക്കുമെന്ന് ഏകദേശം ഉറപ്പായി.